മൂഡ് പടമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പടം ഇത്ര അടിപൊളിയാവുന്നല്ലേ. ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത്, പക്ഷെ പടം സൂപ്പർ പടം. ആവേശം മൂഡ് പടം റൈഡ് പടം മൂഡ് പടം. വെൽക്കം ബാക്ക്. ഏത് മൂഡ്? സാഹസം മൂഡ്. അപ്പോൾ റംസാൻ, ബൈജു, ബാബു ആന്റണി, നരേൻ, ശബരീഷ് വർമ്മ കോമ്പോയിൽ ഒരു കോമഡി ഫൺ എന്റർടൈനർ മൂവി വരുന്നുണ്ട്, സാഹസം. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂവും ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂലിയുടെ ടിക്കറ്റ് ഒക്കെ എല്ലാവർക്കും കിട്ടിയോ നമുക്ക് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ സാഹസം റിവ്യൂയിലേക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പടം ഇത്ര അടിപൊളിയാവുന്നു. നല്ല അടിപൊളി പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണ് ഗ്രാഫ് നല്ല കയറി പോകാം. പിന്നെ പടത്തിലെ ജീവയുടെ ഒക്കെ ലുക്ക് നൈസായിരുന്നു. പിന്നെ BGM ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റോറി ഒക്കെ പറയാൻ എങ്ങനെ ഒരു സ്ഥിരം കണ്ടുവരുന്ന ഫൺ മൂഡിലിരുന്ന് കാണാൻ നല്ല പടമാണ്. ഒരു റിയലിസ്റ്റിക് മൂഡിലാണ് പോകുന്നത്. ഒരു ഫണ്ണായിട്ട് കാണാൻ പറ്റിയ പിന്നെ ഒളിച്ചോട്ടം കാര്യങ്ങളൊക്കെ തന്നെ. പടം അടിപൊളി പടമാണ്. മ്യൂസിക് ഒക്കെ ആണെങ്കിൽ പക്ക എലിവേറ്റ് ചെയ്യുന്നുണ്ട്. BGM കാര്യങ്ങളും എല്ലാം കുറച്ചു നേരം അജി വർഗീസ് പോലും അടിപൊളിയാണ്. എല്ലാവരും ആരെയും എടുത്തു പറയാട്ടൊന്നുമില്ല, എല്ലാവരും പക്കാണ് പടത്തിനകത്ത്. ഓരോരുത്തരായിട്ട് പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളി പടം. കോമഡി ഡ്രാമ അല്ല, കോമഡി ഡ്രാമ അല്ല, ത്രില്ലിംഗ് ആണ്. കോമഡി ത്രില്ലിംഗ് ആണ്. അടിപൊളി പടം. ഒത്തിരി ചിരിക്കാനുണ്ട്, എൻജോയ് കാണാൻ, ഫൈറ്റ് കാര്യങ്ങളും എല്ലാം അടിപൊളി. അടുത്ത കണ്ട ഏതെങ്കിലും ഒരു പടമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഏത് മൂഡ് പടമാണ്? ലൈക്ക് ആവേശം മൂഡ് പടം. ഫുൾ ഓണാണ്. എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ട്രെയിലർ ഒക്കെ കണ്ട ഒരു ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ട്രെയിലർ മൊത്തം നമുക്ക് കട്ടാണ്. ഇത് ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധാ കഥ പറഞ്ഞു പോകും. സെക്കൻഡ് ഹാഫിലാണ് എന്റെ കഥ മൊത്തം. ചിരിക്കാനുണ്ട്, അത്യാവശ്യം ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. അങ്ങനെ ഒരിക്കലും അത്ര മോശമൊന്നുമല്ല, നല്ല മൂവി തന്നെയാണ്. കോമഡി ഫൺ, ഒരു ട്രാവൽ ആ ടൈപ്പാണ്. ഒരു യാത്രയ്ക്ക് നടക്കുന്ന സംഭവം കുറെ ഫണ്ണായിട്ടുള്ള കോമഡി കാര്യങ്ങളും അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ കാര്യങ്ങൾ. ബൈജു അതുപോലെ തന്നെ നരേൻ അവരൊക്കെ എല്ലാവരുടെ റോള് നല്ല, ബൈജുവിന്റെ ഒക്കെ നല്ല റോളാണ്. സെക്കൻഡ് ഹാഫിലോട്ടാണ് ഇവർക്കെല്ലാം ഒരു ക്യാരക്ടർ അത് എന്താണെന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് കഥയും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പടം പൊളി മൂഡ്, അടിപൊളി പടം. എന്നുവെച്ചാൽ ഫുള്ള് എൻ്റർടൈൻഡ് ആയിട്ട് കണ്ടിരുന്നു. ഒട്ടും ബോറടി തോന്നിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചോ വന്നിരുന്ന് കണ്ട് ബോറടിക്കേണ്ട വരുമോ എന്ന്, പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നു. പടം മൊത്തത്തിൽ ഒരു ഓളം ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ആ ഓളം കീപ്പ് ചെയ്ത് പോയി. പിന്നെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. ആ സോങ് ഇവർ 2-3 സോങ് പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. നമ്മുടെ പഴയ സോങ്ങുകളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന ആ മൊമെന്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസും ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഫണ്ണായി, ഒരു നല്ല എന്റർടൈൻമെന്റ് മൂവി. നമുക്ക് വന്നിരുന്ന് കണ്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൺ റൈഡ് ആണ്. മൊത്തത്തിൽ ഒരു ഫൺ റൈഡ്, ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയൊക്കെ ഇടയ്ക്കൊക്കെ, പക്ഷെ മൊത്തത്തിൽ ഒരു ഫൺ റൈഡ്. പടം മൂഡ് പടം. റംസാൻ ഉണ്ട്, അതുപോലെ ബൈജു, നരേൻ, എല്ലാം ആരെയും എടുത്തു പറയുന്നില്ല. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഭയങ്കര അങ്ങ് ഇതാന്നല്ല, നമുക്ക് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഒരു എന്താ ഒന്ന് എന്റർടൈൻ ചെയ്ത് പോവാം. കേട്ടിരുന്ന ഒരിക്കലും നമുക്ക് എന്താ റിഗ്രറ്റ് അടിക്കത്തില്ല വന്നിരുന്ന് കണ്ടല്ലോ എന്നുള്ള. ബ്രൊമാൻസ് ഒക്കെ ഈ ഒരു ജോണർ തന്നെയായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ റൊമാൻസും ഫണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് റൊമാൻസ് സിനിമ ബ്രൊമാൻസിലേക്ക് പോലെ. റൊമാൻസ് ഞാൻ കണ്ടില്ല. പടം അടിപൊളി മൂഡ് പടമാണ്. പക്ഷെ അടിപൊളി സാധനമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് ഒരു ട്രാവൽ. അടിപൊളി സാധനമാണ്. മസ്റ്റ് വാച്ച്. അതായത് കൊടുക്കുന്ന പൈസക്ക് നമുക്ക് എന്തായാലും വർത്തായിട്ട് തോന്നുമല്ലോ. 100% വർത്താണ്. നല്ല ഫൺ മൂവ്മെന്റ്. പിന്നെ അഡ്വഞ്ചർ കോമഡിയാണ്. അഡ്വഞ്ചർ കോമഡി തന്നെ. ഒരു ട്രാവൽ ജേർണിയിൽ നമുക്ക് എത്രമാത്രം എന്തൊക്കെ എലമെന്റ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് തരുന്നുണ്ട്. പിന്നെ നരൻ പുള്ളിയുടെ ഒരു സാധനം അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് കാണുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർ ചെയ്തതെന്ന് ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് വൈജി ചേട്ടൻ അടിപൊളിയാണ്. കോമഡി ഒക്കെ ഉണ്ട്, അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം. നല്ലോണം. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി കുഴപ്പമില്ല, എന്നാലും കോമഡി ഒക്കെ ഉണ്ട്, അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം. ഫണ്ണാണ് പടം. ഫണ്ണാണ്. നല്ല പടം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കിടിലം പടം. ഇത്രയും പ്രതീക്ഷയല്ല വന്നത്, പക്ഷെ പടം സൂപ്പർ പടം. എങ്ങനെയാണ് കോമഡി ഒക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഓക്കെ, അടിപൊളി സിനിമ, കൊള്ളാം. എങ്ങനെയാണ് സ്റ്റോറിയും കാര്യങ്ങളും? സ്റ്റോറിയൊക്കെ അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഏത് മൂഡാണ് നമ്മുടെ ഒരു പൊളി മൂഡ്? ഫണ്ണായിട്ടാണോ? സ്റ്റോറിയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഫണ്ണും എല്ലാം ഉണ്ട്, എന്റർടൈൻമെന്റ് ആയിട്ടും ഫുള്ളൊരു എൻഗേജ് ആണ്. പിന്നെ കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നല്ലതാവുമെന്ന്. ട്രെയിലർ ഒന്നും കണ്ട പോലല്ല പടം. മൂടെന്ന് വെച്ചാൽ ഈ വർഷം ഒരുപാട് പ്രതീക്ഷയില്ലാതെ കണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിട്ടാണ് എനിക്ക് സാഹസം ഫീൽ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കണ്ടതിൽ വെച്ചിട്ട് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കോമഡിയും
പിന്നെ ഇതിന്റെ സ്റ്റോറി ലൈനാണ്. ഞാൻ മുമ്പ് ഇതേപോലെ സ്റ്റോറി ലൈൻ വന്ന ബ്രോമാൻസിലായിരുന്നു. പക്ഷെ ബ്രോമാൻസിലേക്കാളും ഒരുപാട് ഫാർ ബെറ്റർ ആണ് ഈ സിനിമ. പിന്നെ സ്റ്റോറി വെച്ചാൽ ഫസ്റ്റ് ഹാഫും പിന്നെ സെക്കൻഡ് ഹാഫിന്റെ പകുതി മൈൻഡ് ട്വിസ്റ്റിംഗ് പോലെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാം വെച്ചുള്ള സ്റ്റോറിയാണ്. പക്ഷെ ആ ക്യാരക്ടേഴ്സിനെ എല്ലാം നേരെ ചൊവ്വേ എന്താണ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോങ് ഉണ്ട്, നമ്മുടെ റെട്രോ സോങ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് വെച്ച് ഇതിനകത്ത് EDM മിക്സ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അജു വർഗീസിന്റെ പ്ലേസ്മെന്റ് ഒക്കെ അത് സൂപ്പർ ആയിരുന്നു. വെച്ചാൽ പക്ക പ്ലേസ്മെന്റ് ആണ് അതൊക്കെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും ഇത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, പക്ഷെ നമ്മൾക്ക് അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമ ഏറ്റവും പോസിറ്റീവ് തോന്നുന്നത്. തിയേറ്റർ കുറച്ച് വർത്താണ്. തിയേറ്ററിൽ കാണാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. വെച്ചാൽ ആ സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നതും ബൈജുവിന്റെ കുറെ മൊമെന്റ്സും ആ ഫൈറ്റ് സീൻസും എല്ലാം നല്ല രസമുണ്ട് കാണാൻ തന്നെ.